Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. എല്ലാവരും ഫുഡൊക്കെ Good കഴിച്ചിട്ടാണോ afternoon, ma'am. കഴിച്ചു മിസ്. ഫുഡ് കഴിച്ചോ? കഴിച്ചു മാം. മിസ്സേ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലൊന്ന് എല്ലാവരോടും ഒന്ന് ആഡ് ആവാൻ പറയോ സ്റ്റുഡൻസിന്റെ? ആ ഓക്കെ. വിദ്യ മോളല്ലേ? അല്ല, ആതിര. ആതിര എന്നാണോ പേര്? ആ ആതിര. ഓക്കെ, ഞാൻ ഇപ്പുറത്താണ് നോക്കിയത്. ആതിര, എല്ലാവരും ഒന്ന് ആതിര എന്താ പറഞ്ഞത്? നമ്പർ അവര് ഇടാനാണോ? അല്ല, സ്റ്റുഡൻസ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിലെ മെസ്സേജില്. അപ്പൊ അതിലൊന്ന് ഇത് ആഡ് ആയാൽ മതി. സ്റ്റുഡൻസ് ഗ്രൂപ്പിന്റെ ലിങ്ക് ആതിര മെസ്സേജ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതില് എല്ലാരും കയറി ഒന്ന് ആഡ് ആവുക കേട്ടോ. ഓക്കെ മാം. ആഡ് ആവാത്തവർ ഇനി ആഡ് ആവുക. എല്ലാവരും മെസ്സേജ് ബോക്സ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവരും ആഡ് ആക്കിയോ? ആതിര ആഡായി വന്നോ എല്ലാവരും? എത്ര പേര് ചെയ്തു ഇപ്പോ? ടോട്ടൽ ഇപ്പൊ 16 പേരുണ്ട്. 16 പേരല്ലേ? ആതിര മെസ്സേജ് ബോക്സിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കില് കയറിയിട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളൊന്ന് ആഡ് ആവുക കേട്ടോ. ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനാണ്. മെസ്സേജ് ബോക്സിൽ ലിങ്ക് ഓപ്പൺ ആവുന്നില്ലെന്ന് പറയുന്നുണ്ടല്ലോ ആതിര. ഇനി ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഒരു മിനിറ്റ്. ആഡ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എല്ലാവരും സമയം പോലെ നോക്കൂ കേട്ടോ. ആഡ് ആയിക്കോളൂ എല്ലാവരും തന്നെ. മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയോ? ചെയ്യുന്നുണ്ട് മാം. എല്ലാം ചെയ്യാൻ പറ്റുന്നില്ലേ? മോക്ക് ടെസ്റ്റിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം കേട്ടോ ക്ലാസ്സില്. എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷനോ ഉണ്ടെങ്കിൽ ഇടാതിരിക്കരുത്. ക്ലാസ്സിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ. ഓക്കെ മാഡം. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ എല്ലാവരും വായിച്ചില്ലേ?
നമ്മൾ എക്യുപ്മെന്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത് അല്ലെ? എവിടെ വരെ പറഞ്ഞു എക്യുപ്മെന്റില്? എവിടെ വരെയാ പറഞ്ഞത്? ഒന്ന് കമന്റ് ചെയ്യാമോ? പോർട്ടബിൾ എക്സ്റേ അല്ലേ? ഓക്കെ. ഓക്കെ, ഇനി അടുത്തത് പോർട്ടബിൾ USG ആണ്. USGയുടെ ഫുൾ ഫോം എന്താ? USG കേട്ടിട്ടുണ്ടോ? USG ഫുൾ ഫോം എന്താ അറിയാമോ? അൾട്രാസോണോഗ്രഫി അല്ലേ? അൾട്രാസോണോഗ്രഫി അല്ലെ? നമുക്ക് പ്രത്യേകിച്ച് USG എടുക്കാറുണ്ട് അല്ലെ? സ്കാൻ ചെയ്യാറുണ്ട് അല്ലെ? പ്രത്യേകിച്ചും അബ്ഡോമന്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സ്കാൻ ചെയ്യാറുണ്ട്. അപ്പൊ പോർട്ടബിൾ USG എന്ന് പറഞ്ഞാല് പേഷ്യന്റ് എന്ത് ചെയ്യേണ്ട? USG എടുക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് ചെല്ലേണ്ട. പകരം പേഷ്യന്റ് എവിടെയാണോ കിടക്കുന്നത് അവിടെ പോർട്ടബിൾ USG മെഷീൻ ഉപയോഗിച്ചിട്ട് പേഷ്യന്റിനെ USG എടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോർട്ടബിൾ എക്സ്റേ പോലുള്ള ഒരു സംവിധാനം തന്നെയാണ് എന്ത്? പോർട്ടബിൾ USG എന്ന് പറയുന്നത് കേട്ടോ. പേഷ്യന്റ് എവിടെയാണോ, അപ്പൊ പേഷ്യന്റ് വീട്ടിലാണോ അല്ലെങ്കിൽ പേഷ്യന്റ് ഹോസ്പിറ്റൽ വാർഡിലാണോ, അപ്പൊ എവിടേക്ക് ചെന്നും ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? USG എടുക്കാം. ഓക്കെ, ഇനി എക്കോ എന്താണ്? എക്കോ ടെസ്റ്റ് എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ വീട്ടിലുള്ള ആർക്കെങ്കിലും എക്കോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിയേ. എക്കോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് എക്കോ ടെസ്റ്റ് ചെയ്യുന്നത്? ശ്വാസമെടുക്കാൻ. ആ ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മൈക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്കോ എന്ന് പറഞ്ഞാല് നമ്മുടെ, അതായത് ഇത് നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അൾട്രാസൗണ്ട് ടെസ്റ്റ് ആണ് എന്ത്? എക്കോ എന്ന് പറയുന്നത്. ഈ എക്കോ ടെസ്റ്റില് സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് ഹാർട്ടിന്റെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നും കൂടി ഞാൻ പറയാം. ഹാർട്ടിന്റെ അൾട്രാ ടെസ്റ്റ് ആണ്. അതായത് നമ്മുടെ ഹൃദയത്തിന്റെ പരിശോധനയാണെന്ത്? എക്കോ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റിൽ എന്താ ചെയ്യുന്നത്? സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് ഹാർട്ടിന്റെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പോ ഈ ഒരു ടെസ്റ്റിലൂടെ ഹാർട്ടിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫങ്ഷൻ ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഒന്ന് എഴുതിയെടുത്തോളൂ നിങ്ങള്. എക്കോ ഈസ് എ ഹാർട്ട് അൾട്രാസൗണ്ട് ടെസ്റ്റ്. എക്കോ ഈസ് എ ഹാർട്ട് അൾട്രാസൗണ്ട് ടെസ്റ്റ്. HEART ആണ് കേട്ടോ ഹാർട്ട്. HEART. That the users sound waves, 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 sound waves to create moving images of the heart. It helps to diagnose structure and functions of heart. It helps to diagnose structure and the functions of the heart.
ഓക്കെ, എഴുതിയോ? ഇനി അടുത്തത് നെബുലൈസർ ആണ്. നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാ മതി. ഞാൻ മലയാളത്തിലാണ് കേട്ടോ പറയുന്നത്. നെബുലൈസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഒരിക്കലെങ്കിലും നെബുലൈസർ കണ്ടിട്ടുള്ളവരുണ്ടാവും അല്ലെ? ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുന്ന സമയത്തൊക്കെ നെബുലൈസർ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? എന്താണ് നെബുലൈസറിൽ എന്താ നടക്കുന്നത്? ആവി പിടിക്കാനാണ് അല്ലെ? അതറിയാലോ എല്ലാവർക്കും. ആവി പിടിക്കാനാണ്, ശരിയാ. അപ്പോ ഈ നെബുലൈസറിൽ നടത്തുന്ന കാര്യം എന്ന് പറഞ്ഞാല് ലിക്വിഡ് ഫോമിലുള്ള മരുന്ന്. ഓക്കെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ലിക്വിഡ് ഫോമിലുള്ള മരുന്ന് എയർസോൾ ആക്കി ശ്വാസകോശത്തിലേക്ക് നേരിട്ടെത്തിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണത് നെബുലൈസർ എന്ന് പറയുന്നത്. നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്കൊക്കെ ചുമയുള്ള സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? ഡോക്ടർ നെബുലൈസ് ചെയ്യിപ്പിക്കാനായിട്ട് പറയും അല്ലെ? ആവി പിടിക്കാനായിട്ട് പറയും. അപ്പൊ നെബുലൈസ് ചെയ്യുന്ന സമയത്ത് ആ നെബുലൈസറിന്റെ മാസ്ക് ആ ഒരു സൈഡില് ഒരു അടപ്പ പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. അത് ഊരിയിട്ട് എന്ത് ചെയ്യും? ഒരു മരുന്ന് അതിനകത്ത് ഒഴിക്കും അല്ലെ? മരുന്നൊഴിക്കില്ലേ? കണ്ടിട്ടുണ്ടോ മരുന്നൊഴിക്കുന്നേ? മരുന്നൊഴിച്ചിട്ട് അത് അടച്ചു വെക്കും. എന്നിട്ട് നമ്മുടെ ഫേസിൽ, മുഖത്തത് മാസ്ക് കവർ ചെയ്യും. എന്നിട്ട് സ്വിച്ച് ഓൺ ആക്കും. ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ ലിക്വിഡ് എന്താകും? എയർ ആയിട്ട് മാറും അല്ലെ? അങ്ങനെയല്ലേ ചെയ്യുന്നേ? അല്ല, അങ്ങനെയല്ലേ മാറുന്നേ? നമുക്ക് നേരിട്ട് ലിക്വിഡ് ആയിട്ടല്ലല്ലോ കിട്ടുന്നത്, എയർ ആയിട്ടാണ്. എയറോസോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പോ ദ്രാവക രൂപത്തിലുള്ള അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ള മരുന്ന് എയർസോൾ ആക്കി ശ്വാസകോശത്തിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് നമ്മൾ നെബുലൈസർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ആർക്കും സംശയമില്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്തത് ലാറിംഗോസ്കോപ്പ് ആണ്. ലാറിംഗോസ്കോപ്പ് എന്താ? നമ്മൾ നേരത്തെ എൻഡോസ്കോപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എൻഡോസ്കോപ്പ് എന്താണ്? എൻഡോസ്കോപ്പ് പ്രത്യേകിച്ച് നമ്മുടെ അബ്ഡോമിന്റെ ഭാഗമൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ അല്ലെ? ആ പാർട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുന്നത്, എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് അല്ലെ? അപ്പൊ ലാറിംഗോസ്കോപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ ത്രോട്ടുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ലാറിങ്സ്. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു തൊണ്ടയുടെ ഈ ഭാഗങ്ങള് ഒബ്സർവ് ചെയ്യാനായിട്ട്, അത് വിഷ്വലൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ലാറിംഗോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഈ തൊണ്ടയുണ്ടല്ലോ, ത്രോട്ടിന്റെ ഭാഗത്തേക്ക് ഒരു ട്യൂബ് ഇടും. ഈ ട്യൂബ് ഇടുന്നതിലൂടെ ട്യൂബില് ഞാൻ പറഞ്ഞതുപോലെ ലൈറ്റ്, ക്യാമറ എന്നിങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. അതുപയോഗിച്ച് നമ്മുടെ ത്രോട്ടിന്റെ ലാറിങ്സ്, വോയിസ് ബോക്സ്, വോക്കൽ കോഡ് എന്നിവ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ കാണാൻ പറ്റും. മോണിറ്ററിലൂടെ നമുക്കത് വിഷ്വലൈസ് ചെയ്യാം. നമ്മുടെ ത്രോട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഡാമേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു രോഗം ഉണ്ടെങ്കിലും ഒക്കെ അത് ഡയഗ്നോസ് ചെയ്യാനായിട്ടാണ് ലാറിംഗോസ്കോപ്പ് ഉപയോഗിക്കുന്നത് കേട്ടോ. ലാറിംഗോസ്കോപ്പി എന്നാണ് ആ ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേര്. എനിക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തൊണ്ടയിലൊക്കെ വോക്കൽ നൊഡ്യൂള് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ നൊഡ്യൂൾ ഉണ്ടായിരുന്നു വോക്കൽ കോഡില്. അപ്പോ അത് ചെയ്തതിന് വേണ്ടിയിട്ട്, അതായത് ശബ്ദം ക്ലാസ് എടുക്കുന്ന ഇപ്പോഴല്ല കേട്ടോ, ഒരു 2 കൊല്ലം മുമ്പാണ്. ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് തൊണ്ട ശബ്ദം അടയുന്നു, ചില സമയത്ത് ശബ്ദം വരുന്നില്ല, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നു, സൗണ്ടിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം. എന്റെ ഈ ഒരു സൗണ്ട് ആയിരുന്നില്ല അന്നത്തെ സൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ENT ഡോക്ടറെ കാണിച്ചു. അപ്പൊ ENT ഡോക്ടർ ഒന്ന് ലാറിംഗോസ്കോപ്പി ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഒരു ചെയറിൽ ഇരുത്തി, എന്നിട്ട് വായിൽ ഒരു സ്പ്രേ അടിച്ചു, ഒരു മരുന്ന് അടിച്ചു. അത് മരവിപ്പിക്കാനാണ് കേട്ടോ. നമ്മൾ ഈ ട്യൂബ് ഇറക്കുമ്പോൾ നമ്മൾക്ക് പെയിൻ അനുഭവപ്പെടാൻ പാടില്ലല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് മരവിപ്പിക്കാനാണ്. അപ്പൊ പിന്നെ ഈ ട്യൂബ് ഇറക്കി. അപ്പൊ സ്ക്രീനില് നൊഡ്യൂൾസ് കണ്ടു, 1-2 നൊഡ്യൂൾസ് ഉണ്ടായിരുന്നു. പിന്നെ വോയിസ് റെസ്റ്റ് പറഞ്ഞു 1 മാസം. പിന്നെ 1 മാസം കഴിഞ്ഞ് വീണ്ടും ലാറിംഗോസ്കോപ്പി ചെയ്തു. അപ്പൊ നൊഡ്യൂൾ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ?
ഇനി അടുത്തത് ബ്രോങ്കോസ്കോപ്പ് ആണ്. ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്ന പ്രൊസീജിയർ ആണ് ഇവിടെ. എന്താണ് ബ്രോങ്കോസ്കോപ്പി? അത് ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ലങ്സ് അല്ലേ? അതായത് നമ്മുടെ ലങ്സിലേക്കുള്ള പ്രധാനമായിട്ടും നമ്മുടെ ലങ്സിൽ, അതായത് ബ്രോങ്കസ് ഏരിയ, അതുപോലെ ട്രക്കിയ എന്നിവയുടെ ഭാഗങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണെന്ത് ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ ലങ്സ്, ശ്വാസനാളത്തിലുള്ള ബ്രോങ്കസ് ഏരിയ, അതുപോലെ തന്നെ ട്രക്കിയ എന്നിവയുടെ ഭാഗങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേരാണെന്ത് ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന പ്രൊസീജിയർ ആണെന്ത് ബ്രോങ്കോസ്കോപ്പി. ക്ലിയർ ആണോ? ഇനി അടുത്തത് നോക്കിയാൽ നിങ്ങൾ മോണിറ്ററിംഗ് എക്യുപ്മെന്റിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യത്തേതാണ് പൾസ് ഓക്സിമീറ്റർ. പൾസ് ഓക്സിമീറ്റർ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ കൊറോണയുടെ ടൈമില് എല്ലാവരുടെയും വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിരുന്നു പൾസ് ഓക്സിമീറ്റർ. പ്രത്യേകിച്ചും കോവിഡ് ഡയഗ്നോസ് ചെയ്ത ആളുകൾക്ക് ഇത് ആശാ വർക്കർ കൊണ്ടുപോയി കൊടുക്കും അല്ലെ. എന്താണ് പൾസ് ഓക്സിമീറ്റർ? നമ്മുടെ പൾസ് റേറ്റ് നോക്കാനാണ് അല്ലെ. നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യും? ഒരു സാധനം ഘടിപ്പിക്കും അല്ലെ, ഓർമ്മയുണ്ടോ അത്? അപ്പൊ നമ്മുടെ പൾസ് റേറ്റ് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്ര റേറ്റിൽ കുറവാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് കോവിഡ് ഡയഗ്നോസ് ചെയ്ത ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ ഇത് എത്തിച്ചിരുന്നത് അല്ലെ. പൾസ് ഓക്സിമീറ്റർ ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ വ്യാപകമായിട്ട് ഇതിന്റെ ഉപയോഗമുണ്ട്. നമ്മുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ മറ്റ്, അതായത് വൈറ്റൽസ് ഒക്കെ എടുക്കുന്ന സമയത്ത് പൾസ് ഓക്സിമീറ്റർ വെച്ചിട്ട് ഈ ഒരു ഇത് നോക്കാറുണ്ട്. ഓക്കെ. പിന്നെ കാർഡിയാക് മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള ഹൃദയത്തിന്റെ താളം അത് ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, ഹാർട്ട് റേറ്റ് ഒക്കെ ഒബ്സർവ് ചെയ്യുന്നതിനുള്ളതാണ് എന്ത് കാർഡിയാക് മോണിറ്റർ കേട്ടോ. ഓക്കെ. പിന്നെ ECG മെഷീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? ECG എടുക്കുന്നതാണ് അല്ലെ. ECG എടുക്കുന്നതല്ലേ? ECG എടുക്കുന്നത് എന്തിനാ? നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ECG എടുക്കുന്നത്. ഓക്കെ. പിന്നെ ഇനി ഇൻസ്ട്രുമെന്റ്സിൽ പറയുന്ന കാര്യമാണ് IV സെറ്റ്. IV സെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മൾക്ക് കാനുല കുത്താറുണ്ട് അല്ലെ. അഡ്മിറ്റ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ നമ്മളെ പ്രവേശിപ്പിക്കുന്ന സമയത്തൊക്കെ എന്തിനാണ് കാനുല ഇടുന്നത്? എന്തിനാ കാനുവൽ ഇടുന്നത്? ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ? മെഡിക്കേഷൻ, അതായത് പലതരത്തിലുള്ള മെഡിസിൻസ് നമ്മളുടെ അകത്തേക്ക് ചെല്ലുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കാനുവൽ ഇടുന്നത് അല്ലെ. അപ്പൊ അതിനെയാണ് IV സെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ലിക്വിഡ് ഫോമിലുള്ള മരുന്നുകളുടെ നമ്മളുടെ ഉള്ളിലേക്ക്, വെയിൻസിലേക്ക് പ്രത്യേകിച്ചും പാസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് IV സെറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തതാണ് ട്രക്യോസ്റ്റമി കേട്ടോ. ട്രക്യോസ്റ്റമി എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ കഴുത്തിന്റെ ഒരു ഭാഗമുണ്ട്. നമ്മുടെ ഈ കഴുത്തുണ്ടല്ലോ, അതില് ട്രക്കിയ എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. അതിലൂടെ ഒരു ഹോൾ ഇടും. എന്നിട്ട് ആ ഹോളിലൂടെ എന്ത് ചെയ്യും? അതായത് ഒരു ചെറിയ മുറിവ് അല്ലെങ്കിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് ശ്വാസകോശത്തിലേക്ക് നേരിട്ട് എയർ എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണെന്ത് ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത്. ഓക്കെ. പ്രത്യേകിച്ചും ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ICU പേഷ്യൻസ്, വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ്, ഇവർക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ കഴുത്തില് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിലൂടെ, ട്രക്കിയ എന്ന് പറയുന്ന പാട്ടാണ്, ആ ഹോളിലൂടെ എന്ത് ചെയ്യും? എയർ, ഒരു ട്യൂബ് ഇറക്കിയിട്ട് എയർ പാസ് ചെയ്യും. ഓക്കെ. അപ്പോ ഇത് ആർക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ വെന്റിലേറ്റർ പേഷ്യൻസ്, ICU പേഷ്യൻസ്, ഇവർക്കൊക്കെയാണ് ഈ ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്ന പ്രൊസീജിയർ ഉപയോഗിക്കുന്നത് കേട്ടോ. ശ്വാസം ഉള്ളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ.
ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ് ട്രോളി ആണ്. ഇൻസ്ട്രുമെന്റ് ട്രോളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ധാരാളം ട്രോളീസ് ഉപയോഗിക്കാറുണ്ട് അല്ലെ? ഇല്ലേ? മരുന്നുകളും എക്യുപ്മെന്റുകളൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്ട്രുമെന്റ് ട്രോളി കണ്ടിട്ടില്ലേ? അതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിൽ കൂടുതൽ ഉപയോഗിക്കാം. പ്രധാനമായിട്ടും OPD-യിലുള്ള എക്യുപ്മെന്റുകളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്യാ ഫങ്ഷൻസ് ഓഫ് OPD ഒന്ന് റീഡ് ചെയ്യാം. ടെക്സ്റ്റ് കിട്ടിയോ എല്ലാവർക്കും? ഇനിയും ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? രണ്ട് മൂന്ന് പേർക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പോ എന്ത് ചെയ്യാ? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് PDF കാണാൻ പറ്റുന്നില്ലേ? ഫങ്ഷൻസ് ഓഫ് OPD ഒന്ന് വായിക്കുക കേട്ടോ. ഫങ്ഷൻസ് ഓഫ് OPD. വായിച്ചു കഴിയുമ്പോൾ തമ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫങ്ഷൻസ് ഓഫ് OPD അഥവാ OPD-യുടെ ധർമ്മങ്ങളാണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് വൺ, early diagnosis, curative, preventive and rehabilitative care on ambulatory basis. അതായത് നേരത്തെയുള്ള രോഗനിർണയം നടത്തുന്നു. OPD എന്ത് ചെയ്യുന്നുണ്ട്? നേരത്തെ തന്നെ രോഗികളുടെ രോഗങ്ങൾ കണ്ടെത്തുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ രോഗനിർണയം നടത്തുന്നു. ക്യൂറേറ്റീവ്, രോഗശാന്തി നൽകുന്നു രോഗികൾക്ക്. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗപ്രതിരോധം. ദെൻ റിഹാബിലിറ്റേറ്റീവ്, പുനരധിവാസം. ആംബുലേറ്ററി ബേസിസിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നൽകുന്നത്. ആംബുലേറ്ററി ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിടത്തി ചികിത്സ അല്ലാതെയുള്ള ചികിത്സയാണ് ആംബുലേറ്ററി ബേസിസ് എന്ന് പറയുന്നത്. അപ്പോ ആംബുലേറ്ററി ബേസിസില് നേരത്തെയുള്ള രോഗനിർണയം നടത്തുന്നു, രോഗശാന്തി നൽകുന്നു, രോഗപ്രതിരോധം നൽകുന്നു, പുനരധിവാസം നൽകുന്നു. രണ്ടാമത്തെ പോയിന്റ്, എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്. അതായത് രോഗികള് കിടത്തി ചികിത്സയല്ലാതെ വളരെ നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് രോഗികൾക്ക് നൽകുന്നു. എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ദെൻ മൂന്നാമത്തെ പോയിന്റ്, സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. അതായത് അഡ്മിഷൻ സമയത്ത് എന്താ പറയാ, ഈ സ്ക്രീനിങ് നടത്തുന്നു. അതായത് അഡ്മിഷൻ ആവശ്യമാണോ എന്ന് പരിശോധിക്കുന്നു. ഓക്കെ, അപ്പൊ OPD ആണ് എന്ത് ചെയ്യുന്നത്? അഡ്മിഷൻ ആവശ്യമാണോ എന്ന് പരിശോധിക്കുന്നത്. ഇപ്പൊ രോഗി വളരെ വീക്കായിട്ടായിരിക്കാം വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസിനൊക്കെ അഡ്മിഷൻ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. അപ്പൊ അതിനെന്ത് ചെയ്യും? നേരത്തെ തന്നെ നോക്കും, പരിശോധിക്കും, അവര് സ്ക്രീനിങ് നടത്തും കേട്ടോ. നാലാമത്തെ പോയിന്റ്, ഫോളോ കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. അതായത് പരിചരണം നൽകുന്നു. അത് അഡ്മിഷൻ, അതായത് ഈ ഒരു രോഗി OPD-യിൽ വന്നു, ചികിത്സ രോഗിക്ക് നൽകി, രോഗി തിരിച്ചു പോയെന്ന് വിചാരിക്കാം.
തിരിച്ചു പോകുമ്പോഴും വീട്ടിലെത്തുമ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക ഇൻസ്ട്രക്ഷൻസ് OPD ആണ് നൽകുന്നത്. പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യം മെച്ചപ്പെടുത്താൻ അതായത് നല്ല നല്ല ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ പലതരത്തിലുള്ള പോസ്റ്റേഴ്സ് ഒക്കെ കാണാനായിട്ട് സാധിക്കും അല്ലെ. ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്? ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ അത്തരത്തില് ഹെൽത്ത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷൻ കൊടുക്കുന്നതും OPDയുടെ ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. റെൻഡറിങ് ഓൺ പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, രോഗം വരാതിരിക്കുന്നതിനുള്ള പരിചരണം കൊടുക്കുന്നു അല്ലെങ്കിൽ കെയർ നൽകുന്നു കേട്ടോ. രോഗം വരാതിരിക്കാൻ റെൻഡറിങ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗം വരാതിരിക്കാനുള്ള രോഗപരിചരണം നൽകുന്നു. നെക്സ്റ്റ് വൺ, പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതായത് ആരോഗ്യ വിദ്യാഭ്യാസം കൂടുതലായിട്ട് നൽകുന്നു. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് കേട്ടോ. ആരോഗ്യ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷന് കൂടുതൽ പ്രൊമോഷൻ കൊടുക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് OPDയുടെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി ബാക്കിയുള്ള പോയിന്റ്സ് ആ പേജ് ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. ഫുൾ ആയിട്ടൊന്ന് റീഡ് ചെയ്യുക. ഒന്ന് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് ചെയ്യുക, ഒന്ന് റീഡ് ചെയ്യുക. 2 ടൈപ്സ് ഓഫ് OPD ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. സ്ക്രോൾ ചെയ്യാം, റീഡ് ചെയ്തോളൂ. ഓക്കെ, പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. അതായത് രോഗപ്രതിരോധിക്കാനായിട്ട് അല്ലെങ്കിൽ രോഗപ്രതിരോധത്തിനുള്ള ആരോഗ്യ പരിപാടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വെൽ ബേബി ക്ലിനിക്സ് ആണ്. നമുക്കറിയാം ഹോസ്പിറ്റലുകൾ നമ്മൾ ചെല്ലുമ്പോൾ വെൽ ബേബി ക്ലിനിക്സുകൾ കാണാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബേബി ക്ലിനിക്കുകൾ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിന്റെ OPD ചെല്ലുമ്പോ എന്തിനാണ് ബേബി ക്ലിനിക്കുകള്? ന്യൂ ബോൺ ബേബീസിനെ കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വെൽ ബേബി ക്ലിനിക്സുകൾ ഉള്ളത് കേട്ടോ. ന്യൂ ബോൺ ബേബീസിന്റെ കെയറുമായി ബന്ധപ്പെട്ടിട്ടാണ് വെൽ ബേബി ക്ലിനിക്സ് പ്രവർത്തിക്കുന്നത്. ഇതില് ന്യൂ ബോൺ ബേബിയുടെ വെയിറ്റ്, ഹൈറ്റ്, അതുപോലെ അവരുടെ ഹെൽത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ കുട്ടിക്ക് മഞ്ഞപ്പിണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോ ആശുപത്രിയില് ഡെലിവറി ചെയ്ത ഒരു കുഞ്ഞിനെ പെട്ടെന്ന് മഞ്ഞപ്പ് കൂടിയെന്ന് വിചാരിക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കുഞ്ഞിനെ കുറച്ച് നാളെന്ത് ചെയ്യും, ഇന്റൻസീവ് കെയർ യൂണിറ്റിലാക്കും അല്ലെ.
അതിനുശേഷം ആ കുഞ്ഞിനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ പതിവായിട്ട് എന്ത് ചെയ്യും, ബേബി ക്ലിനിക്കിൽ കൊണ്ടുചെന്നിട്ട് കുഞ്ഞിന്റെ വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ അത്തരത്തില് കുഞ്ഞുങ്ങളുടെ കെയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന OPDയിലെ ഒരു ഏരിയയാണെന്ത്, വെൽ ബേബി ക്ലിനിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ANC, മാരേജ് കൗൺസിലിംഗ്, പ്ലാൻഡ് പാരന്റ്ഹുഡ് എക്സെട്ര. ഇനി OPD വേറെയും ചില കാര്യങ്ങൾ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ആന്റിനേറ്റൽ കെയർ. എന്താണ് ആന്റിനേറ്റൽ കെയർ? ആന്റിനേറ്റൽ കെയർ കേട്ടോ, ANTENATALCARE, ആന്റിനേറ്റൽ കെയർ. എന്താണ് ആന്റിനേറ്റൽ കെയർ? പ്രഗ്നൻസി കെയർ ആണ് അല്ലെ. പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡികൾക്ക് കൊടുക്കുന്ന കെയർ, അതായത് അവരുടെ പ്രധാനപ്പെട്ട വൈറ്റൽസ് ചെക്ക് ചെയ്യുക, അവരുടെ ഹെൽത്ത് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആന്റിനേറ്റൽ കെയറിൽ നൽകുന്നത്. അപ്പൊ അതും OPD നൽകുന്ന ഒരു ഫെസിലിറ്റിയാണ്. പിന്നെ മാരേജ് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. ഇപ്പൊ വിവാഹം കഴിഞ്ഞവർക്കാണെങ്കിലും അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾക്കാണെങ്കിലും മാരേജ് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. പിന്നെ പ്ലാൻഡ് പാരന്റ്ഹുഡ്, ഇപ്പൊ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന കപ്പിൾസിന് ഒരു അവയർനെസ് പ്രോഗ്രാം കൊടുക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ OPD കൊടുക്കുന്ന സേവനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് വരുന്നതാണ് സ്കൂൾ ഹെൽത്ത് ക്ലിനിക്ക്. അതായത് നമുക്കറിയാം ചില സ്കൂളുകളിലൊക്കെ ഡോക്ടേഴ്സ് വരാറുണ്ട് അല്ലെ, കണ്ണ് ടെസ്റ്റ് ചെയ്യാനും ചെവി ടെസ്റ്റ് ചെയ്യാനും ഒക്കെ വരാറുണ്ട്. അറിയാമോ? നിങ്ങളുടെ മക്കൾ നിങ്ങളോട് വന്ന് പറയാറില്ലേ, ടെസ്റ്റ് ചെയ്യാൻ വന്നിരുന്നു, ഇന്ന് കണ്ണ് ഡോക്ടർ വന്നിരുന്നു, ചെവി പരിശോധിക്കാൻ വന്നിരുന്നു അല്ലെ, അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ എന്തിനാ ഇവര് വരുന്നേ? ഇവര് വരുന്നത് സ്കൂളിൽ, അതായത് സ്കൂളും ഹോസ്പിറ്റലുമായിട്ട് അവര് തമ്മിൽ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ സ്കൂൾ ഹെൽത്ത് ക്ലിനിക്ക് ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാല്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യും, സ്കൂളില്, അത് ഓരോ ഹോസ്പിറ്റലിൽ ഉണ്ട്, അവര് സ്കൂളിൽ കോൺടാക്ട് ചെയ്യും. പിന്നെ സ്കൂളിന്റെ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, സ്കൂളിൽ വന്നിട്ട് അവിടെയുള്ള കുട്ടികളെ നോക്കാറുണ്ട്, കൺസൾട്ട് ചെയ്യാറുണ്ട്. അപ്പോ സ്കൂൾ ഹെൽത്ത് ക്ലിനിക് എന്ന് പറഞ്ഞാൽ OPD സർവീസിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? 3 പോയിന്റ്സും ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ്, കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് സാംക്രമിക രോഗങ്ങളെ തടയുന്നു. നമുക്കറിയാം എന്തെങ്കിലും ഒരു രോഗം ഡയഗ്നോസ് ചെയ്താൽ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുവാണെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, OPD കാര്യമായിട്ടുള്ള പ്രിക്വേഷൻസ് എടുക്കാറുണ്ട്. ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് രോഗം പകരാതിരിക്കാനുള്ള നടപടികൾ ആര് സ്വീകരിക്കുന്നുണ്ട്? OPD സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. അതിനെയാണ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, early diagnosis and detection of chronic disease like cancer, TB, etc. ഇനി വളരെയധികം നമുക്കറിയാം മാരകമായിട്ടുള്ള രോഗങ്ങളാണ് അല്ലെ, തീവ്രമായിട്ടുള്ള രോഗങ്ങളാണ് ഈ ക്യാൻസർ, TB പോലുള്ള അസുഖങ്ങള്. അപ്പൊ അതിന്റെ നേരത്തെയുള്ള രോഗനിർണയം നടത്തുന്നു. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അവരിൽ നേരത്തെ തന്നെ രോഗം കണ്ടുപിടിക്കാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? OPD സഹായിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, health education and nutritional advice, rehabilitation and prevention of disabilities and handicap. അതായത് ആരോഗ്യ വിദ്യാഭ്യാസം നൽകുന്നു. അതുപോലെ തന്നെ പോഷകാഹാരങ്ങളുടെ, അതായത് എങ്ങനെയാണ് ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് എങ്ങനെ കഴിക്കണം, അത് ഇൻടേക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ പുനരധിവാസം, അതുപോലെ തന്നെ ആളുകൾക്ക് വൈകല്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള പ്രിവെൻഷൻ മെത്തേഡ് ആര് കൊടുക്കുന്നുണ്ട്? നൽകുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അതൊന്ന് വായിച്ചു പോയാൽ മതി കേട്ടോ, പോയിന്റുകളായിട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ANCയുടെ ഫുൾ ഫോം എന്താ? ANCയുടെ ഫുൾ ഫോം
ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആന്റിനേറ്റൽ NATAL ആണ് കേട്ടോ. ആന്റിനേറ്റൽ. TBയുടെ ഫുൾ ഫോം എന്താ? TB ട്യൂബർക്യുലോസിസ്. അറിയാത്തവർ എഴുതിയെടുക്കുക കേട്ടോ. TB ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേരെന്താ? TB ഉണ്ടാക്കുന്ന ബാക്ടീരിയ അറിയാമോ? TB ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേരെന്താ? മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ് കേട്ടോ. അതൊന്ന് എഴുതിയെടുത്തോളൂ. TB ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ TB കോസ് ആകുന്ന ബാക്ടീരിയയുടെ പേര് മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ്. മൈക്കോബാക്ടീരിയ ട്യൂബർക്യുലോസിസ്. ഇനി ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് അല്ലെ? ആണോ? ക്യാൻസർ ഇനി നമുക്ക് ടൈപ്സ് ഓഫ് OPD നോക്കാം. OPD സർവീസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്, മറ്റൊന്ന് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. അങ്ങനെ രണ്ട് രീതിയിലാണ് എന്തിനെ തിരിച്ചിരിക്കുന്നത്? OPD സർവീസിനെ തിരിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് ആദ്യം എന്താണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് നോക്കാം. All services are provided in a concise area which includes all diagnostic and therapeutic facilities being provided in the same place. അതായത് എല്ലാത്തരം പരിശോധനകളും ചികിത്സയും ഒരേ സ്ഥലത്ത് ലഭിക്കുന്ന സംവിധാനമാണെന്ത്? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എല്ലാത്തരം പരിശോധനയും ചികിത്സയും ഒരേ സ്ഥലത്ത് ലഭിക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾക്ക് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് നമ്മളിപ്പോ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയെന്ന് വിചാരിക്കാം. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് ആണ്. ഇല്ലേ? കണ്ടിട്ടില്ലേ? അവിടെ നമുക്ക് എന്ത് നമ്മൾ ആവശ്യങ്ങൾ പറഞ്ഞാലും നമ്മൾക്ക് സാധിക്കും. എന്ത് തരം പരിശോധന, എന്ത് തരം എൻക്വയറി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. കണ്ടിട്ടില്ലേ സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്? എന്ത് തരം സർവീസും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ എല്ലാത്തരം പരിശോധനകളും ചികിത്സയും ഒരേ സ്ഥലത്ത് ലഭിക്കുന്ന സംവിധാനമാണെന്ത്? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ്. ചികിത്സയും സേവനങ്ങളും വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലായിട്ടാണ് ലഭിക്കുന്നത് ഇവിടെ. അതായത് നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് റിസപ്ഷനിൽ ചെന്നിട്ട് നമ്മൾ പറയും ഓർത്തോപീഡിക് സർജനെ കാണണം എന്ന് പറയും. അപ്പൊ ഇങ്ങോട്ടാ നമ്മൾ അവര് വിടുക? എങ്ങനെയാ വിടുക? എങ്ങോട്ടാ വിടുക ഓർത്തോപീഡിക് സർജനെ കാണാനായിട്ട്? എങ്ങോട്ടാ വിടുക? ഓർത്തോപീഡിക് സർജനെ കാണണം ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാ വിടുക? റിപ്ലൈ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓർത്തോപീഡിക് സർജനെ കാണാൻ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാ ചെല്ലണ്ടേ? ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാ ചെല്ലേണ്ടത് അല്ലേ? ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിൽ പോയി. എനിക്ക് ഒഫ്താൽമോളജിസ്റ്റിനെയാണ് കാണിക്കേണ്ടത്. അപ്പൊ ഞാൻ ഏത് വിഭാഗത്തിലേക്കാ പോവുക?
ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോവുക അല്ലെ. അപ്പൊ ഇത്തരത്തില് പലതരത്തിലുള്ള, അതായത് ചികിത്സയും സേവനങ്ങളും വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് കിട്ടുന്നതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ വളരെ എളുപ്പത്തിൽ രണ്ടും വിശദീകരിച്ചു തരാം എക്സാമ്പിൾ ആയിട്ട്. ഒരെണ്ണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതായത് നമ്മൾ ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ, ചില ക്ലിനിക്കിലൊക്കെ ചെല്ലുന്ന സമയത്ത് ആ ക്ലിനിക്കില് പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവില്ല. എല്ലാത്തരം ചികിത്സയും സൗകര്യങ്ങളും സർവീസസുകളും ഒരൊറ്റ ഏരിയയിലായിട്ടാണ് ഉണ്ടാവുള്ളൂ ഇല്ലേ. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ലിനിക് ഒന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ കാണാൻ സാധിക്കുമോ? പറ്റുമോ ഇല്ലയോ? ഒരിക്കലും ഇല്ല. അവിടെ ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കും ചീട്ടെടുക്കുന്നത്, ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കും ബില്ലടിക്കുന്നത്, ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കും മരുന്ന് കിട്ടുന്നത്. അങ്ങനെയാണോ കിട്ടുന്നത് ക്ലിനിക്കിൽ ചെല്ലുമ്പോ? അല്ലേ? യെസ്, അതിനെയാണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്നു എന്ന് വിചാരിക്കാം. ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മള് ഒരു സ്ഥലത്ത് ചെന്നാല് നമുക്ക് എന്ത് കിട്ടില്ല? ഒന്നും തന്നെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റ്, നമ്മൾക്ക് എന്താണോ രോഗം, ഇപ്പൊ എനിക്ക് കണ്ണുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ രോഗങ്ങൾ ഉണ്ടാവുക. വിദ്യാമോൾക്ക് ചിലപ്പോൾ ചെവിയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക. അല്ലെങ്കിൽ ആൻഷിതയ്ക്ക് ഇപ്പോ കാലിന്റെ വേദനയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പൊ ഞങ്ങൾ 3 പേരും പോകുന്നത് 3 തരം ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് അല്ലെ. ഞാൻ പോകുന്നത് ഒഫ്താൽമോളജിയിലേക്കാണ്, വിദ്യാമോള് പോകുന്നത് ENT ഡിപ്പാർട്ട്മെന്റിലേക്കാണ്, അൻഷിത പോകുന്നത് ഓർത്തോപോഡിക്സിലേക്കാണ് അല്ലെ. അപ്പൊ ഈ 3 പേരും 3 വ്യത്യസ്ത തരം ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. 3 പേർക്കും 3 തരം ചികിത്സയും 3 തരം പരിശോധനകളുമാണ് പറയുന്നത്. അപ്പോ 3 ഡിപ്പാർട്ട്മെന്റുകളും 3 രീതിയിലാണ് രോഗികൾക്ക് എന്ത് കൊടുക്കുന്നത്? ചികിത്സയും അതുപോലെ തന്നെ സേവനങ്ങളും കൊടുക്കുന്നത്. ഇതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ്, പേഷ്യന്റിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ പേഷ്യൻസ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ 3 ഞാൻ ആദ്യം പറയാം. ഒന്നത്തെ പറയുന്നത് ജനറൽ ഔട്ട് പേഷ്യന്റ് ആണ്, രണ്ടാമത്തതാണ് എമർജൻസി ഔട്ട് പേഷ്യന്റ്, മൂന്നാമത്തതാണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. അപ്പൊ ആദ്യത്തേത് ജനറൽ ഔട്ട് പേഷ്യന്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓൾ പേഷ്യൻസ് അതർ ദാൻ എമർജൻസീസ് ഹു റിപ്പോർട്ട് ഡയറക്ട്ലി ടു OPD. അതായത് എമർജൻസിയിലല്ലാത്ത പേഷ്യൻസ് ഡയറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണെന്ത്, അതായത് എമർജൻസിയിലല്ലാത്ത, അതായത് തീരെ അപകടത്തിലല്ലാത്ത രോഗികൾ ഉണ്ടല്ലോ, അവര് ഡയറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു എവിടെ? OPD-യില്. അത്തരത്തിലുള്ള പേഷ്യൻസിനെയാണ് ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണ നമുക്കൊരു ചുമ വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പനി വന്നു എന്ന് വിചാരിക്കുക, നമ്മൾ ഏത് കാറ്റഗറിയിലാ പെടുന്നേ? നമ്മൾ നേരെ കാഷ്വാലിറ്റിയിലോട്ട് പോവോ? ഇല്ലല്ലോ. പോവോ? എമർജൻസി ആണെന്ന് പറഞ്ഞ് പോവോ? പനി വന്നാലും ചുമ വന്നാലും നിങ്ങൾ പറയൂ, ഒരിക്കലും പോവില്ല. നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ്ലി OPD-യിൽ റിപ്പോർട്ട് ചെയ്യും അല്ലെ, ഒരു ഫിസിഷ്യനെ കാണിക്കും. അപ്പൊ നമ്മൾ ആരാണ്? ജനറൽ ഔട്ട് പേഷ്യന്റ് ആണ്. അപ്പോ എമർജൻസിയിലല്ലാത്ത ഒരു പേഷ്യൻസ് OPD-യിൽ ഡയറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എമർജൻസി ഔട്ട് പേഷ്യന്റ് ആണ്. എ പേഴ്സൺ ഗിവൺ എമർജൻസി മെഡിക്കൽ കെയർ ഫോർ എ കണ്ടീഷൻ. ഇനി ഒരു പേഷ്യന്റിന് എമർജൻസി മെഡിക്കൽ കെയർ ആവശ്യമാണെങ്കിൽ ആ വ്യക്തിയെ എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി വിഷം കഴിച്ചു വന്നു എന്ന് വിചാരിക്കുക, അത് വേണ്ട. ഒരു വ്യക്തിയെ പാമ്പ് കടിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ആക്സിഡന്റ് പറ്റിയെന്ന് വിചാരിക്കുക. ആ ആളുകളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? എമർജൻസി മെഡിക്കൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള രോഗികളെ നമുക്ക് എന്ത് വിളിക്കാം? എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് വിളിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള പേഷ്യൻസ് എന്ത് ചെയ്യേണ്ട? OPD-യിൽ ചെന്ന് കാത്തു നിൽക്കൊന്നും വേണ്ട അല്ലെ, പെട്ടെന്ന് തന്നെ അവരെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റാം. ഡോക്ടർ അവരുടെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യും? പരിശോധിക്കും.
നമ്മള് ഡോക്ടറെ തേടി പോകണ്ട, നമ്മളെ തേടി ഡോക്ടർ വരും. അതാണ് എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തേതാണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ് കേട്ടോ. A patient referred to OPD by his practitioner for specific treatment. ഇനി ഒരു പേഷ്യന്റിനെ അദ്ദേഹത്തിന്റെ ഡോക്ടർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാക്ടീഷണർ ഒരു സ്പെസിഫിക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, റെഫർ ചെയ്തു എന്ന് വിചാരിക്കാം. മറ്റൊരു ഡോക്ടർക്ക് റെഫർ ചെയ്യാണ്. അതായത് ഇപ്പൊ ഒരു രോഗി ഒരു എന്താ പറയാ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിട്ട് ഫിസിഷ്യനെ കാണാൻ വന്നു വിചാരിക്കാം. അപ്പൊ രോഗത്തിന്റെ വിവരങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞപ്പോൾ ഈ ഫിസിഷ്യന് തോന്നാം, എന്റെ ചികിത്സയല്ല ഇദ്ദേഹത്തിന് വേണ്ടത്, ഇദ്ദേഹത്തിന് വേറൊരു വിഭാഗം ചിലപ്പോൾ ENT-യുമായി ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർത്തോ പീഡിക്സുമായി ബന്ധപ്പെട്ടതായിരിക്കും. അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഫിസിഷ്യൻ ഈ രോഗിയെ റെഫർ ചെയ്യും. അപ്പൊ അങ്ങനെ വരുന്ന രോഗികളാണെന്ത്, അതായത് സെയിം ഹോസ്പിറ്റലിൽ തന്നെ ഫിസിഷ്യനെ കണ്ടതിന് ശേഷം ചിലപ്പോൾ ഓർത്തോപീഡിക്സ് ഡോക്ടറെ ചിലപ്പോൾ കാണാനായിട്ട് റെഫർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന പേഷ്യൻസ് ആണെന്ത്, റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും എടുത്ത ഭാഗങ്ങൾ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. ഇന്നത്തെ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്, ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് അല്ലേ? ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ ബിന്ദു? ഇടയ്ക്ക് വെച്ച് കേട്ടില്ലായിരുന്നു. അതെ അല്ലേ? ഓക്കെ. അതായത് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം സെൻട്രലൈസ്ഡ് പറയാം. എല്ലാ സർവീസുകളും അതായത് എല്ലാ പരിശോധനയും ചികിത്സയും ഒരേ സ്ഥലത്ത് ലഭിക്കുന്ന സംവിധാനത്തെയാണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ അടുത്തുള്ള ക്ലിനിക്കുകൾ, ക്ലിനിക്കിൽ പോയിട്ടുണ്ടോ? ക്ലിനിക്കിൽ പോയിട്ടുണ്ടോ? ബിന്ദുവിനോട് ചോദിക്കുന്നത്. ബിന്ദു ക്ലിനിക്കിൽ പോയിട്ടുണ്ടോ? ആ, അപ്പൊ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ കാണാൻ സാധിക്കുമോ? ഇല്ല. ഇല്ല. നമുക്ക് ആ ക്ലിനിക്കില് ഒരു മെയിൻ ഏരിയയിൽ നമുക്ക് ചികിത്സ കിട്ടും. അതുപോലെ ബില്ലടയ്ക്കുന്നത് ഒരു സ്ഥലത്തായിരിക്കും, മരുന്ന് മേടിക്കുന്നത് ഒരു സ്ഥലത്തായിരിക്കും അല്ലെ? അങ്ങനെയാണോ? അതെ. അപ്പൊ ഇത്തരത്തില് എല്ലാത്തരം ചികിത്സകളും സേവനങ്ങളും നമുക്ക് ഒരിടത്ത് തന്നെ കിട്ടുന്ന സംവിധാനത്തെയാണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. ഇനി ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറഞ്ഞാല് ചികിത്സയും സേവനങ്ങളും വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് ലഭിക്കും. നമ്മൾ ഇനി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അവിടെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ? നമുക്ക് അവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മാത്രമല്ല നമുക്ക് കിട്ടുന്നത്. നമ്മൾക്ക് എന്താണ് നമ്മുടെ രോഗം അതിനനുസരിച്ചിട്ടുള്ള ഡോക്ടറെയാണ് കാണുക, അതിനനുസരിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ ചെല്ലുക അല്ലെ? ഇപ്പൊ ബിന്ദുവിനൊരു കാലുവേദന വന്നെന്ന് വിചാരിക്കുക, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് പോയത്. അപ്പോ അവിടെ ചെല്ലുമ്പോൾ പറയുന്നത് ഓർത്തോപീഡിക് വിഭാഗത്തിൽ കാണിക്കാനാണ് പറയുന്നത് അല്ലെ? അപ്പൊ അവിടെ നിന്നാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് മരുന്നുകളും സേവനങ്ങളും ചികിത്സയും കിട്ടുന്നത്. ഇതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇനി അതുപോലെ മറ്റ് പല അതായത് കാർഡിയാക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോ എന്താണോ നമ്മുടെ രോഗം അതിനനുസരിച്ച് ചികിത്സയും പരിശോധനയും ലഭിക്കുന്നത് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. മനസ്സിലായോ? മനസ്സിലായോ?
ബ്രോങ്കോസ്കോപ്പ് എന്ന് പറഞ്ഞാല് അതൊരു ഉപകരണത്തിന്റെ പേരാണ് ബ്രോങ്കോസ്കോപ്പ്. നമ്മുടെ ശ്വാസനാളം ഉണ്ടല്ലോ, ലങ്സ് ഉണ്ടല്ലോ, അതിനകത്ത് പ്രധാന ഭാഗമായിട്ടുള്ള ബ്രോങ്കസ് ഏരിയ, അതുപോലെ തന്നെ എന്താണ് പ്രധാനമായിട്ടും വരുന്ന ഒരു മിനിറ്റ് കേട്ടോ. അതായത് നമ്മുടെ ലങ്സിന്റെ പല പ്രധാനപ്പെട്ട പാർട്ടുകളുണ്ട്. ബ്രോങ്കസ് ഏരിയ ഉണ്ട്, ട്രക്കി ഉണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ശരിയായിട്ട് രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ അതിന്റെ പരിശോധനയാണ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. അത് ബ്രോങ്കോസ്കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് ബ്രോങ്കോസ്കോപ്പി. പ്രധാനമായിട്ട് നമ്മുടെ ലങ്സിനെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? TB means tuberculosis. അത് പറയും എന്തായാലും നിങ്ങളോട് കേട്ടോ. എനിക്ക് ഇൻഫോർമേഷൻ വരും. 3 മാസം തുടങ്ങി 3 മാസത്തിന് ശേഷമാണ് ഉണ്ടാവുക ഫസ്റ്റ് മൊഡ്യൂളിന്റെ എക്സാം. നിങ്ങൾക്ക് കറക്റ്റ് ഇൻഫോർമേഷൻ വരും എന്നാണെന്ന് കേട്ടോ. ഇപ്പൊ ഒന്നും ഉണ്ടാവില്ല, ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളും കഴിയുമ്പോഴാണ് ഫസ്റ്റ് ടൈം എക്സാം വരുന്നത് കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂൾ കഴിയുമ്പോഴല്ല, ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ കഴിഞ്ഞതിന് ശേഷമാണ് ഫസ്റ്റ് ടൈം എക്സാം വരുന്നത്. ദെൻ തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂള് കഴിഞ്ഞതിന് ശേഷമാണ് ടേം 2 എക്സാം വരുന്നത്. ദെൻ പിന്നീട് ഫൈനൽ എക്സാം വരും. അങ്ങനെയാണ് കേട്ടോ. മനസ്സിലായോ? വേറെന്തെങ്കിലും കാര്യം പറയാനുണ്ടോ എന്നോട്? എന്തെങ്കിലും കാര്യങ്ങള് എനിക്ക് തുറന്ന് പറയാട്ടോ. ഓക്കെ ഒന്നും ഇല്ല? ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. താങ്ക് യു. Okay, thank you. Thank you.